ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രം കൊണ്ടുവന്ന പൌരകേന്ദ്രീകൃത ജിഎസ്ടി പരിഷ്കരണം എല്ലാ മേഖലയിലും ജീവിതച്ചെലവ് വെട്ടിച്ചുരുക്കാൻ വഴിയൊരുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഭക്ഷ്യസാധനങ്ങളുടെ ജിഎസ്ടി ഒഴിവാക്കിയതും മറ്റിനങ്ങൾക്ക് 5% സ്ലാബ് ഏർപ്പെടുത്തിയതും പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും ഏറെ ആശ്വാസകരമാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തി ആഘോഷങ്ങൾ നാളെ. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് യുഎസ് ഓപ്പൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് ഫൈനലിലെത്തി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പൌരകേന്ദ്രീകൃത ജിഎസ്ടി പരിഷ്കരണം എല്ലാ മേഖലയിലും സാധനവില കുറയ്ക്കാനും അതുവഴി ജീവിതച്ചെലവ് വെട്ടിച്ചുരുക്കാനും വഴിയൊരുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. മിക്ക നിത്യോപയോഗ സാധനങ്ങൾക്കും ജിഎസ്ടി നിരക്ക് 5%ആയി നിശ്ചയിച്ചിട്ടുണ്ട്. ദൃഢവും സമഗ്രവുമായ വരും തലമുറ ജിഎസ്ടി പരിഷ്കരണം സാധാരണക്കാർക്കാണ് ഗവൺമെന്റ് മുന്തിയ പരിഗണന നൽകുന്നത് എന്നതിന് വ്യക്തമായ തെളിവാണെന്ന് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് ചെയർപേഴ്സൺ സഞ്ജയ് കുമാർ അഗർവാൾ ആകാശവാണി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്. ഈ മാസം 22-നാണ് പുതിയ ജിഎസ്ടി നിരക്കുകൾ പ്രാബല്യത്തിലാകുന്നത്. പാക്കറ്റ് ഭക്ഷണത്തിനും ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും ജിഎസ്ടിയിലെ കുറഞ്ഞ സ്ലാബായ 5%ആയിരിക്കും ഈടാക്കുന്നത്. ഹെയർ ഓയിൽ, സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഷേവിംഗ് ക്രീം എന്നിവയ്ക്കെല്ലാം ജിഎസ്ടി 5%ആയിരിക്കും. കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന പാല്, പനീർ, ചെനക്കടല, ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്ക് പൂർണ്ണമായ ജിഎസ്ടി ഇളവ് നൽകിയിട്ടുണ്ട്. നംകിൻ, ഭുജിയ, സോസുകൾ, പാസ്ത, നൂഡിൽസ്, ചോക്ലേറ്റ്, കാപ്പി, കോൺഫ്ലേക്സ്, വെണ്ണ, നെയ്യ് എന്നിവയ്ക്കെല്ലാം 5%ആണ് പുതുക്കിയ ജിഎസ്ടി നിരക്ക്. സൈക്കിളുകൾ, അടുക്കള സാധനങ്ങൾ, ഡയപ്പർ, തുന്നൽ മെഷീൻ എന്നിവയ്ക്കും 5%ആണ് ചരക്കുസേവന നികുതി. ഭക്ഷ്യസാധനങ്ങളുടെ ജിഎസ്ടി എടുത്തുകളഞ്ഞതും മറ്റിനങ്ങൾക്ക് നികുതി 5%ആക്കിയതും പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും വലിയ ആശ്വാസമാണെന്ന് കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ പറഞ്ഞു. ജിഎസ്ടി പരിഷ്കരണത്തിന്റെ മികച്ച തീരുമാനങ്ങളിലൊന്നാണിതെന്നും ജോഷി പറഞ്ഞു. വാഹന നിർമ്മാണ മേഖലയ്ക്കും ജിഎസ്ടി നിരക്ക് പരിഷ്കരണം വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. ചെറുകാറുകൾക്കും സിസി കുറഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും 10%ആണ് ജിഎസ്ടി കുറച്ചത്. നേരത്തെ 28%ആയിരുന്ന നിരക്ക് പരിഷ്കരണത്തിലൂടെ 18%ആയി കുറയും. വാണിജ്യ വാഹനങ്ങളായ ബസ്, ട്രക്ക്, മുച്ചക്ര വാഹനങ്ങൾ ഇവയുടെയെല്ലാം സ്പെയർ പാർട്സ് എന്നിവയ്ക്കും നിരക്ക് 18%ആയി കുറച്ചിട്ടുണ്ട്. വൈദ്യുതി വാഹനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ലാബിൽ 5% ജിഎസ്ടിയാണ് ഈടാക്കുന്നത്. അതേസമയം ആഡംബര വാഹനങ്ങൾക്ക് ജിഎസ്ടി 40%ആയി ഉയരും. വാഹനങ്ങളുടെ നികുതി നിരക്ക് കുറച്ചത് മറ്റ് പല മേഖലകളിലും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് വിലയിരുത്തൽ. കാർഷിക സാധനങ്ങളുടെയും സിമന്റ്, സ്റ്റീൽ, ഇ കൊമേഴ്സ് സാമഗ്രികൾ എന്നിവയുടെയും കടത്തുകൂലി കുറയാൻ പരിഷ്കരണം വഴിയൊരുക്കും. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് സൊസൈറ്റി ഡയറക്ടർ ജനറൽ രാജേഷ് മേനോൻ ജിഎസ്ടി പരിഷ്കരണത്തെ സ്വാഗതം ചെയ്തു. ആവശ്യവും ഉപഭോഗവും വർദ്ധിപ്പിക്കാൻ ജിഎസ്ടി പരിഷ്കരണം പ്രചോദനമാകുമെന്ന് രാജേഷ് മേനോൻ പറഞ്ഞു. 99% ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ജിഎസ്ടി പൂർണ്ണമായി ഒഴിവാക്കുകയോ 5%ആയി നിശ്ചയിക്കുകയോ ചെയ്തതായി ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഉപഭോഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജിഎസ്ടി പരിഷ്കരണം മൂലധന ചെലവുകളിൽ ആഘാതമുണ്ടാക്കില്ലെന്ന് അവർ വ്യക്തമാക്കി. അമേരിക്കയുടെ 50% ഇറക്കുമതി നികുതിയുടെ സാഹചര്യത്തിൽ കയറ്റുമതിക്കാരെ സഹായിക്കാൻ കേന്ദ്രം നടപടികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ വെള്ളപ്പൊക്കം രൂക്ഷമായ ജമ്മുവിലും പഞ്ചാബിലും രക്ഷാപ്രവർത്തനം തുടരുന്നു. ജമ്മുകാശ്മീരിലെ റംബൻ ജില്ലയിൽ 283 വീടുകൾ തകർന്നു. പ്രദേശത്ത് മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തു. 1000-ഓളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലും വ്യാപക നാശനഷ്ടം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. ജമ്മുവിലെ ഉധംപൂർ ജില്ലയിൽ പ്രളയബാധിതർക്ക് വ്യോമസേന ഹെലികോപ്റ്ററുകൾ ഇന്നലെ 6 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചു. പ്രളയബാധിതമായ പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും രക്ഷാപ്രവർത്തനത്തിന് പരിശീലനം ലഭിച്ച 1000-ലേറെ മൈ ഭാരത് ആപ്തമിത്രങ്ങളെ അണിനിരത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. സമയബന്ധിതമായ സഹായം നൽകാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മൈ ഭാരത് വോളണ്ടിയർമാർക്കും ജില്ലാ യൂത്ത് ഓഫീസർമാർക്കും കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. പഞ്ചാബിലെയും ഉത്തരേന്ത്യയിലെയും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ വൈദ്യസഹായവും മാനുഷിക പിന്തുണയും നൽകുന്നതിന് ഡൽഹി എയിംസ് പ്രത്യേക മെഡിക്കൽ സംഘത്തെ അയച്ചു.
മെഡിസിൻ, സൈക്യാട്രി, പീഡിയാട്രിക്സ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ വൈദഗ്ധ്യം നേടിയ 11 ഡോക്ടർമാരും 11 നഴ്സുമാരും സംഘത്തിലുണ്ട്. മൊറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റംഗൂലം ഈ മാസം 9-ന് ഇന്ത്യ സന്ദർശിക്കും. 16 വരെയാണ് സന്ദർശനം. ഡൽഹിക്ക് പുറമെ മുംബൈ, വാരണാസി, അയോധ്യ, തിരുപ്പതി ക്ഷേത്രങ്ങളും റംഗൂലം സന്ദർശിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലൻ എഴുതിയ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സേന ഒത്തൊരുമയോടെ നീങ്ങിയെന്നും ഓരോ സൈനികനും കടമകൾ പൂർണ്ണമായി നിറവേറ്റിയെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗൃഹാതുര സ്മരണകളോടെ മലയാളികൾ ഇന്നലെ തിരുവോണം ആഘോഷിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് അവിട്ടം. തിരുവോണം ആഘോഷിച്ച മലയാളികൾ ഇന്ന് ബന്ധുവീടുകളിൽ സന്ദർശനങ്ങളും സൌഹൃദ കൂട്ടായ്മകളുമായി ആഘോഷ ലഹരിയിലാണ്. ഓണപൂജയ്ക്ക് ശേഷം ശബരിമലയിൽ നാളെ രാത്രി നടയടയ്ക്കും. സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെ ഓണസദ്യ ഇന്ന് നടത്തും. നാളെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അവിട്ടം ഓണസദ്യ. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തി ആഘോഷങ്ങൾ നാളെ നടത്തും. ശിവഗിരിയിലും വർക്കലയിലും ജയന്തിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചതയ ദിനത്തിലാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഒരിടത്തും ജാഗ്രതാ നിർദ്ദേശമില്ല. തീരമേഖലയിലും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കോഴിക്കോട് മാനുപുരത്ത് ഇന്നലെ പുഴയിൽ വീണ കുട്ടിക്കായി തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കും. ഒഴുക്കിൽപ്പെട്ട 10 വയസ്സുകാരിയുടെ സഹോദരനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. അഗ്നിശമന സേനയുടെ സ്കൂബ ടീം സ്ഥലത്തുണ്ട്. US ഓപ്പൺ ടെന്നീസിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് പുരുഷ വിഭാഗം സിംഗിൾസ് ഫൈനലിലെത്തി. സെമിഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിലെത്തി. ഇന്നലെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ 15 റൺസിന് തോൽപ്പിച്ചാണ് ടൈഗേഴ്സ് രണ്ടാം ഫൈനലിസ്റ്റുകളായത്. നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:45-നാണ് കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനൽ മത്സരം. ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സൂപ്പർ 4 ഘട്ടത്തിൽ രാജ്ഗിറിൽ ഇന്ത്യ വൈകിട്ട് ചൈനയെ നേരിടും. പോയിന്റ് നിലയിൽ ഇന്ത്യ സൂപ്പർ 4-ൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. കൊതിപ്പിക്കുന്ന മധുരം, അതിനൊപ്പം ഗുണവും. മറയൂർ ശർക്കരയുടെ മേന്മ അതാണ്. ഈ തദ്ദേശീയ ശർക്കരയ്ക്ക് ഭൌമസൂചിക പദവി ലഭിക്കാനും കാരണം മറ്റൊന്നല്ല. ഓണത്തിന് മറയൂർ ശർക്കരയ്ക്ക് വിപണിയിൽ വൻ ഡിമാൻഡായിരുന്നു. ഇടുക്കി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇത്തവണത്തെ ഓണക്കച്ചവടത്തിൽ മറയൂർ ശർക്കര വ്യാപാരികൾക്ക് കോളടിച്ചെന്ന് തന്നെ പറയാം. കിലോയ്ക്ക് കുറഞ്ഞത് 120 രൂപയ്ക്ക് വരെ ശർക്കര വിറ്റഴിഞ്ഞു. അയൽനാട്ടിൽ നിന്നുൾപ്പെടെ വ്യാജ മറയൂർ ശർക്കര ഈ വർഷവും വിപണിയിൽ എത്തിയിരുന്നു. മുൻ വർഷങ്ങളിൽ വ്യാജം കാരണം മറയൂർ ശർക്കരയുടെ വില വൻതോതിലിടിഞ്ഞ് വ്യാപാരികൾക്ക് വൻ നഷ്ടമാണുണ്ടായത്. എന്നാൽ ഇത്തവണ ഉപഭോക്താക്കൾ വ്യാജനെ തിരിച്ചറിഞ്ഞത് കച്ചവടക്കാർക്ക് നേട്ടമായി. മറ്റ് ശർക്കരയെ അപേക്ഷിച്ച് മധുരഘടകങ്ങൾ കൂടുതലാണ് മറയൂർ ശർക്കരയ്ക്ക്. തദ്ദേശീയമായി വിളയുന്ന കരിമ്പിൽ നിന്നാണ് ഉൽപാദനം. മറയൂർ ശർക്കരയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സുമുണ്ട്. മംഗലൂരു തിരുവനന്തപുരം മംഗലൂരു വന്ദേഭാരത് എക്സ്പ്രസ് അടുത്ത ചൊവ്വാഴ്ച മുതൽ 20 കോച്ചുകളുമായി യാത്ര ആരംഭിക്കും. നിലവിൽ 16 കോച്ചുകളാണ് വന്ദേഭാരത് സർവീസിന് ഉപയോഗിക്കുന്നത്. 312 അധിക സീറ്റുകൾ കൂടി ലഭ്യമാകുന്നതോടെ 1440 പേർക്ക് ട്രെയിനിൽ സഞ്ചരിക്കാനാകും. 16 ചെയർകാർ കോച്ചുകളും 2 എക്സിക്യൂട്ടീവ് ചെയർകാർ കോച്ചുകളുമാണ് റാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓണ യാത്രാതിരക്ക് മുൻനിർത്തി നാളെ തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന പാലരുവി എക്സ്പ്രസിന് ഇരിങ്ങാലക്കുടയിൽ 1 മിനിറ്റ് സ്റ്റോപ്പ് അനുവദിച്ചു. മറ്റന്നാൾ പാലക്കാട്ട് നിന്ന് പുറപ്പെടുന്ന സർവീസിനും അധിക സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലെ നവീകരണ ജോലികളെ തുടർന്ന് നാളെ രാവിലെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്ന ധൻബാദ് എക്സ്പ്രസ് കോയമ്പത്തൂർ ജംഗ്ഷൻ ഒഴിവാക്കി പോത്തന്നൂർ ഇരികൂർ വഴിയായിരിക്കും സർവീസ് നടത്തുക. നാളത്തെ എറണാകുളം KSR ബാംഗ്ലൂരു ഇന്റർസിറ്റി എക്സ്പ്രസും പോത്തന്നൂർ വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രം കൊണ്ടുവന്ന പൌരകേന്ദ്രീകൃത GST പരിഷ്കരണം എല്ലാ മേഖലയിലും ജീവിത ചെലവ് വെട്ടിച്ചുരുക്കാൻ വഴിയൊരുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഭക്ഷ്യസാധനങ്ങളുടെ GST ഒഴിവാക്കിയതും മറ്റിനങ്ങൾക്ക് 5% സ്ലാബ് ഏർപ്പെടുത്തിയതും പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും ഏറെ ആശ്വാസകരമാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ശ്രീനാരായണ ഗുരുവിന്റെ 171ാം ജയന്തി ആഘോഷങ്ങൾ നാളെ. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് US ഓപ്പൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് ഫൈനലിലെത്തി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.